ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ രവി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായിലുള്ള സഫാരി പാർക്കിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. ആഫ്രിക്കൻ എലഫൻറ്റ്, സീബ്ര, ജിറാഫ്, മങ്കീസ്, ഹിപ്പോപ്പൊട്ടമാസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. ഇതിനൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഒറ്റവട്ടേ സൂവിലെങ്ങാനും പോയിട്ടുള്ളൂ. അത് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോയിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് ടൂർ പോയതാണ്. നമ്മുടെ തൃശ്ശൂരുള്ള സൂവിലാണ് പോയിട്ടുള്ളത്. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ സിംഹം, അതുപോലെ പുലി, മയിൽ, ഇതിനൊക്കെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പക്ഷെ അന്നുള്ള ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് ഇവിടെ പോയപ്പോഴേ എനിക്കുണ്ടായിരുന്നു. കാരണം അതിലുള്ള എല്ലാ അനിമൽസിനും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ലയണിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കണ്ടത് വൈറ്റ് ലയണിനെയാണ്. എല്ലാ ആനിമൽസും ഓരോന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് എല്ലാത്തിൻ്റെ പേരും സയൻറ്റിഫിക് നെയിമൊന്നും ഓർമ്മയില്ല. പിന്നെ ഈ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജിറാഫിനായിരുന്നു കേട്ടോ. ജിറാഫ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല വെയിലായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. കാരണം ഓരോ ആനിമൽസിനും അവരുടെ എൻവയോൺമെൻറ്റ് അത്രയും വൈഡ് ഏരിയയിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ആനിമൽസിനെ അവിടെ കൊണ്ടേ കൂട്ടിലിട്ട് വളർത്തുന്ന ഫീലൊന്നും അവർക്ക് തോന്നില്ല. കാരണം ഒരു ലാർജ് ഏരിയ ഓരോ ആനിമൽസിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ആനിമൽസിനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടൂർ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളാണല്ലോ. അപ്പോൾ നമ്മളുടെ അടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു പോയി വരുമ്പോൾ ഈ യാത്രാ വിവരണം എഴുതണമെന്ന്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നോട്ട്ബുക്കും പെൻസിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സൂവിൽ പോകുമ്പോൾ അങ്ങനെ ഓരോ ആനിമൽസിനെ കാണുമ്പോൾ നമ്മൾ ഇതിനെ കണ്ടു എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഉടുമ്പിൻ്റെ സ്ഥലത്ത് എല്ലാവരും ഉടുമ്പിനെ കണ്ടോ അങ്ങനെയൊക്കെ എഴുതി. ഞാൻ അവിടെ ചിലപ്പോൾ ഉടുമ്പിനെ കണ്ടില്ല കേസ്. ഉടുമ്പ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കിയിട്ട് ഉടുമ്പിനെ കണ്ടില്ല. പക്ഷേ എൻ്റെ വിചാരം ഞാൻ അവിടെ കണ്ടെന്താ പറയുക, ആ കൂട്ടിനുള്ളിൽ ഞാൻ കണ്ടത് ഒരു കുഞ്ഞൊരു കുരുവീനെയാണ്. അപ്പോൾ എൻ്റെ വിചാരം ഇതായിരിക്കും ഉടുമ്പ് എന്നാണ്. ടീച്ചർ ചോദിച്ചു കണ്ടോ, അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും കണ്ടു. ഞാൻ കണ്ടത് ആ ഒരു ബേർഡിനെയാണ്. ഉടുമ്പ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഉടുമ്പ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സൂക്ഷ്മദർശിനി ഫിലിമിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതെന്താണെന്നുള്ളത് സെർച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ഉടുമ്പ് എന്ന് പറയുന്നത് ഞാൻ കണ്ട സാധനയല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉടുമ്പ് ഒരു ബേർഡായിരുന്നു, ഒരു കുഞ്ഞൊരു കുരുവിയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഞാൻ അവിടെ ഉടുമ്പിൽ കണ്ടിട്ടില്ല, അതാണ് സത്യം. പിന്നെ നമ്മൾ അതിനുള്ളിൽ കയറിയിട്ട് ഒരു 2 hours 3 hours എങ്ങാനും എടുത്തിട്ടോ അത് മൊത്തം ഒന്ന് കണ്ടുവരാൻ. അത്യാവശ്യം നമുക്ക് നടക്കാൻ ലാർജ് ഏരിയ തന്നെ ഉണ്ട്. ആഫ്രിക്കൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, പിന്നെ ഡെസേർട്ട് സഫാരി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടുവരുന്ന സീബ്രക്കുട്ടനെ കണ്ടു. അവരൊക്കെ ഈ വെയിലത്ത് ഭയങ്കര ക്ഷീണിച്ച് നിൽക്കണം. ആർക്കും ഒരു എനർജി ഒന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ നേരത്തെ കണ്ട പോലെ വാട്ടർ ഇങ്ങനെ സ്പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് നടക്കുന്ന സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ ഓരോ ആനിമൽസിനും അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്കുള്ള ഫുഡ് എല്ലാം അവിടെ തന്നെ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിറാഫിന് ഇതുപോലെ നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഫുഡ് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ തന്നെ പുല്ല് മേടിച്ചിട്ട് ജിറാഫിന് കൊടുക്കാൻ പറ്റും, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് ജസ്റ്റ് നോക്കി. കുറേ ജിറാഫ് ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ ജിറാഫ് ഉണ്ടായിരുന്നു. അവിടെ 5-6 ജിറാഫൊക്കെ ഉണ്ടായിരുന്നു. ജിറാഫിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ അങ്ങനെ അത്ര വലിയ സംഭവമൊന്നുമില്ല. ഈ ആനിമൽസിനോട് ഇങ്ങനത്തെ പ്രകൃതിനോടൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് കാണാം. കൂടുതലായിട്ടും ഇവിടെ ടൂറിസ്റ്റുകളാണ്, ഫോറിനേഴ്സാണ് വന്ന് പോകുന്നത്. പണ്ടേ നമുക്കിങ്ങനെ കറങ്ങി വരാനൊക്കെ പറ്റും. പിന്നെ കണ്ട് ഹിപ്പോപ്പൊട്ടമാസിനെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ പട്ടണത്തിൽ ഭൂതത്തിലാണ്. ഈ ഹിപ്പോപ്പൊട്ടമാസ് ആണെങ്കിൽ വെള്ളത്തിൽ ഒരു മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അനങ്ങണേ ഇല്ല. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഇളക്കം മാത്രം, അല്ലാണ്ട് ഹിപ്പോപ്പൊട്ടമാസ് ആ ഒരു മൂലയിൽ നിന്ന് അനങ്ങണേ ഇല്ല. പക്ഷെ അവിടെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിപ്പോപ്പൊട്ടമാസ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സംഭവം. പക്ഷേ ഇതിനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് ഓപ്പൺ ആക്കുന്നത്. അതുപോലെ ടിക്കറ്റ് റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ട്രെയിനും ഇതൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റിന് ചാർജ് ഡിഫറൻസ് ആണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.